ഒരു 80s 90s കാലഘട്ടങ്ങളിൽ വില്ലേജിലൊക്കെ ഇഷ്ടംമാതിരി കണ്ടുവരുന്ന ഒരു നൊസ്റ്റാൾജിക് ഫ്രൂട്ടുണ്ട് ഫൽസ. അപ്പോൾ ആ ചെടിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം പറയുന്നത് ഗ്രീവിയ ഏസിയാറ്റിക്ക എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു നേറ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് തന്നെയാണ്. കേരളത്തിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൽ നല്ലോണം വളരുന്ന ഒരു പ്ലാന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ഗ്രോയിങ് കണ്ടീഷൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴേക്കും ഒരു 20 to 35 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു വാം ആൻഡ് ഡ്രൈ കണ്ടീഷൻസ് ആയിരിക്കും വേണ്ടത്. പിന്നെ സോയിൽ എന്ന് പറയുമ്പോഴേക്കും വെൽ ഡ്രെയിൻഡ് സാൻഡി ലോം സോയിലായിരിക്കും നല്ലത്. അതുപോലെ തന്നെ വാട്ടറിംഗ് ഒന്നും കാര്യമായിട്ട് വേണ്ടി വരില്ല, കാരണം ഇതൊരു സമ്മർ വെക്കേഷൻ ടൈമിലാണ് ഇത് കൂടുതലായിട്ടും ഉണ്ടാവുന്നത്. സമ്മർ സീസൺ എന്ന് പറയുമ്പോഴേക്കും ഇഷ്ടംമാതിരി സൺലൈറ്റ് കിട്ടുന്ന ഒരു സമയം. ഇത് ഒരു 4 to 5 മീറ്റർ വരെ വെക്കുന്ന ഒരു ചെറുമരം എന്നോ അല്ലെങ്കിൽ ഒരു വുഡി ഷ്രബ് എന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ പൂക്കളാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട, ഇത് മുട്ടായിട്ടേ ഉള്ളൂ. ഇത് ആക്ച്വലി പൂവാകുമ്പോഴേക്കും നല്ല മഞ്ഞ കളറ് കടുകിൻ്റെ പൂ പോലെ ഇരിക്കുന്ന പൂക്കളാണ്. അത് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. പിന്നെ ഇലകൾ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഹേർട്ട് ഷേപ്ഡ് ഇലകളാണ്, നല്ല പച്ച കളർ ഇലകളാണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോർഡേഴ്സിലൊക്കെ നോക്കുമ്പോഴേക്കും നല്ല ഒരു പ്രത്യേക തരത്തിലുള്ള ഡിസൈൻസൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ ബോർഡേഴ്സ്. പിന്നെ പുതിയതായിട്ട് വന്ന ഇലകൾ, അതായത് തളിരിലകൾ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു റെഡിഷ് ഷെയ്ഡോട് കൂടിയാണ് അതിരിക്കുന്നത്. ഭയങ്കര ഭംഗിയാണ് അത്. ഈ മതിലിനോട് ചേർന്ന് നിൽക്കുന്ന സ്വിമ്മിംഗ് പൂളിൻ്റെ ഒക്കെ ചുറ്റും വെച്ച് കൊടുക്കാനായിട്ട് നല്ല രസകരമായിട്ട് വെട്ടി നിർത്താൻ പറ്റുന്ന ഒരു ഷ്രബ് കൂടിയാണ്. ഈ കാണുന്ന ചെറിയ ബെറീസാണ് ഇതിൻ്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉണ്ടായി വരുമ്പോഴേക്കും നല്ല പച്ച കളറായിരിക്കും, ഒരു ഇളം, പിന്നെ ഒരു ഇളം പച്ചയിലേക്ക് എത്തും, പിന്നെ ഒരു റെഡിഷ് ഷെയ്ഡ് വന്നു തുടങ്ങും, ഒരു ഓറഞ്ച്, പിന്നെ നല്ല റെഡ്, പിന്നെ നന്നായിട്ട് പഴുത്ത് വരുമ്പോഴേക്കും ഇതൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലേക്ക് വരും. അപ്പോൾ ഒരു 1 to 2 സെൻറ്റിമീറ്റർ വരെ സൈസ് വയ്ക്കുന്ന ഒരു റൗണ്ട് ബെറി ഷേപ്ഡ് ഫ്രൂട്ടാണ് ഈ ഫൽസ. ഇതിൻ്റെ അകത്ത് തന്നെ ഒറ്റ സീഡ് ഉള്ളതുണ്ട്, പിന്നെ 2 സീഡ്സ് ആയിട്ടുള്ളതുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഇഷ്ടംമാതിരി വൈറ്റമിൻ ഉണ്ട്, ബേസിക്കായിട്ട് വൈറ്റമിൻ സി, അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ഇഷ്ടംമാതിരി ഉണ്ട്, പിന്നെ മിനറൽസ് ഉണ്ട്, കാൽഷ്യം, പൊട്ടാഷ്യം, മാഗ്നീഷ്യം, അയൺ പോലുള്ള മിനറൽസ് ഉണ്ട്, പിന്നെ ഫൈറ്റോ കെമിക്കൽസ് ഉണ്ട്, അതായത് ഫിനോൾസ്, ഫ്ലേവനോയിഡ്സ്, അതൊക്കെയാണ് ആക്ച്വലി ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് കൂടാതെ തന്നെ ഇതൊരു ലോ കലോറി ഫുഡാണ്, അതുകൊണ്ട് തന്നെ ഇത് വെയിറ്റ് മാനേജ്മെൻറ്റിന് നല്ലതാണ്. ഇനി ഇതിൻ്റെ മെഡിസിനൽ പ്രോപ്പർട്ടീസിലേക്ക് വരാം. ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, അതായത് ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ്, അതായത് ഫ്രീ റാഡിക്കൽസിന് എതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാനും സഹായിക്കും. പിന്നെ ഇതൊരു ഡൈജസ്റ്റീവ് എയ്ഡാണ്, പിന്നെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഇഷ്യൂസിന് വളരെ നല്ലതാണ്. അതുകൂടാതെ ഇതിൻ്റെ ഒരു കൂളിംഗ് ഏജൻ്റാണ്, അതായത് സമ്മർ സീസണിലാണ് ഇത് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഹീറ്റ് സ്ട്രോക്സിനൊക്കെ എതിരെ, ഡീഹൈഡ്രേഷനൊക്കെ എതിരെ ഇത് നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ചില ബാക്ടീരിയാസിനും ഫംഗൈസിനും എതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അതായത് ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും, ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും, ബ്ലഡ് ഷുഗർ റേറ്റ് റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള പൊട്ടാഷ്യം ആക്ച്വലി ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ കാർഡിയോ വാസ്കുലർ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കും. പിന്നെ സമ്മർ സീസണിൽ നമുക്കിത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എനർജി ബൂസ്റ്റർ ആയിട്ട്, അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ ഫൈറ്റ് ചെയ്യാൻ സഹായിക്കും. ഇത് സ്കിൻ ഹെൽത്തിന് വളരെ നല്ലതാണ്, അതായത് ഇതിൻ്റെ അകത്തുള്ള ആൻറ്റി ഓക്സിഡൻസ് ഒരു ഏജിങ് സൈൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നല്ല ഹെൽത്തി കോംപ്ലക്ഷനും കൊണ്ടുവരും. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ സീഡ്സ്. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് 2 സീഡ്സ് ഉള്ളതാണ്. അപ്പോൾ ചിലത് ഇങ്ങനെ പൊട്ടി നിൽപ്പുണ്ട്, അത് വേറൊന്നുകൊണ്ടുമല്ല, ചൂട് കൂടുതലായിട്ടും അല്ലെങ്കിൽ ഒരു മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടുതൽ വലിച്ചിട്ടൊക്കെയാണ് ഇത് പൊട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര യുണീക്ക് സെറ്റ് ഓഫ് ഫ്ലേവേഴ്സ് ആണ്, അതായത് ഒരു സ്വീറ്റ് വിത്ത് എ ടിഞ്ച് ഓഫ് ടാർട്ട്നെസ്. അതായത് ചെറിയൊരു അസിഡിക് ടേസ്റ്റ് ഉണ്ട്, എന്നാൽ കുറച്ച് മധുരമുണ്ട്, കുറച്ച് പുളിയുണ്ട്, ഒരു കുറച്ച് ഷാർപ്പാണ് ഇതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഇതിൻ്റെ ഫ്രൂട്ട് എന്ന് പറയാൻ വലിയ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷേ ധാരാളം ഉണ്ടാവും ഇത്. പിന്നെ കുറച്ചും കൂടി ഒരു സ്പോഞ്ചി സ്ട്രക്ചറാണ്, ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ കുറച്ച് സ്പോഞ്ചി സ്ട്രക്ചറാണ് ഇതിനുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല വാട്ടർ കണ്ടൻറ്റും ഉണ്ട്, അതായത് നല്ല വാട്ടർ കണ്ടൻ്റ് ഒക്കെ ഉള്ള ഏരിയയിലാണെങ്കിൽ നല്ല വെള്ളം അബ്സോർബ് ചെയ്ത് സ്പോഞ്ച് പോലെ ഇരിക്കും. അപ്പോൾ കേരളത്തിൽ ഇഷ്ടംമാതിരി ഉണ്ടാകുന്ന ഫ്രൂട്ടാണ്, ഒരു നൊസ്റ്റാൾജിക് ഫ്രൂട്ടാണ്. അപ്പോൾ എല്ലാവരും അവരവരുടെ ഗാർഡൻസിൽ അത്യാവശ്യം ഇത് നട്ടുപിടിപ്പിക്കുക. വലിയ കാര്യമായിട്ട് കെയർസ് ഒന്നും വേണ്ട. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.